ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത IPL-ൽ RCBയുടെ ക്യാപ്റ്റൻ ആരായിരിക്കുമെന്നതാണ് ചോദ്യചിഹ്നം. ഡുപ്ലസി ആണെങ്കിൽ RCB-യിൽ നിന്ന് പോയി. ക്യാപ്റ്റനാകാൻ സാധിക്കുന്ന ആരും തന്നെ RCB-യിൽ ഇല്ല. ഇപ്പോഴത്തെ RCB പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അടുത്ത IPL-ൽ കൃണാൽ പാണ്ഡ്യ RCB-യുടെ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സയ്യിദ് മുസ്താഖ് അലിയിൽ ബറോഡ ടീമിന്റെ ക്യാപ്റ്റൻ കൃണാൽ പാണ്ഡ്യയാണ്. കഴിഞ്ഞ ദിവസം ബറോഡ T20 ക്രിക്കറ്റിലെ റെക്കോർഡ് റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത്. സയ്യിദ് മുസ്താഖ് അലിയിൽ 300 മുകളിൽ റൺസ് ബറോഡ നേടി. ഇപ്പോഴത്തെ കൃണാൽ പാണ്ഡ്യയെ അടുത്ത RCB-യുടെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് രോഹിത് ശർമ്മയെ മുംബൈ ടീം ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പാണ്ഡ്യയായിരുന്നു മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ. ഇതോടുകൂടി മുംബൈ ടീം തകർന്നു. അവസാനമാണ് മുംബൈ ടീം ഫിനിഷ് ചെയ്തത്. ഇത്രയും മോശപ്പെട്ട ടീം IPL-ൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തെ മുംബൈ മാനേജ്മെന്റ് പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അടുത്ത IPL-ൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. ഹാർദിക് പാണ്ഡ്യയെ ഒഴിവാക്കുകയാണ്. പാണ്ഡ്യ ഇനിയും ക്യാപ്റ്റനായാൽ അത് മുംബൈ ടീമിനെ മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മുംബൈ ടീമും പാണ്ഡ്യയെ ഒഴിവാക്കുകയാണ്. രോഹിത് സമ്മതിച്ചാൽ മുംബൈയുടെ അടുത്ത ക്യാപ്റ്റൻ രോഹിത് ആയിരിക്കും. രോഹിത്തിന് കീഴിലായിരിക്കും അടുത്ത IPL-ൽ മുംബൈ ടീം കളിക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റീവ് സ്മിത്ത് പോയ ശേഷം രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു തന്നെയാണ്. സഞ്ജു നല്ല രീതിയിലാണ് രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചത്. കഴിഞ്ഞ IPL-ലും രാജസ്ഥാൻ ഒരുപാട് മാച്ച് അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ പോലെ ഒരു നല്ല ക്യാപ്റ്റനെ രാജസ്ഥാന് കിട്ടില്ല. എന്നിട്ട് രാജസ്ഥാൻ സഞ്ജുവിനെ മാറ്റിയിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ട് രാജസ്ഥാൻ മാനേജ്മെന്റ് പറഞ്ഞത് സഞ്ജുവിന് ക്യാപ്റ്റൻസി പ്രഷർ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുന്നത്. സഞ്ജു ഫ്രീ ആയിട്ട് കളിക്കണം. സഞ്ജു ഫോമായാൽ മാത്രമേ രാജസ്ഥാന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. സഞ്ജുവിന് പകരം റിയാൻ പരാഗിനെ ആയിരിക്കും അടുത്ത IPL-ൽ രാജസ്ഥാൻ ക്യാപ്റ്റനാകുന്നത്. യുവതാരത്തെ വളർത്തിക്കൊണ്ടുവരാനാണ് രാജസ്ഥാന്റെ പദ്ധതി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.